മൈ ഡിയർ സ്റ്റുഡൻറ്റ്, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 10th സ്റ്റാൻഡേർഡിലെ 5th ചാപ്റ്ററായ ട്രിഗണോമെട്രിയിലെ 45, 90 ഡിഗ്രിയുള്ള റൈറ്റ് ഹാൻഡ് ട്രയാങ്കിളിൻ്റെ സൈഡുകൾ തമ്മിലുള്ള റിലേഷൻ. അപ്പോൾ നമ്മൾ ട്രയാങ്കിളിൻ്റെ ഒരു 45 ആംഗിളിന് ഓപ്പോസിറ്റുള്ള സൈഡ് 3 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ രണ്ട് ആംഗിൾ ഈക്വൽ ആയതുകൊണ്ട് അവർക്ക് ഓപ്പോസിറ്റ് സൈഡ് എന്തായിരിക്കും? രണ്ട് ആംഗിൾ ഈക്വൽ ആണെങ്കിൽ സൈഡുകൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അഥവാ ഇത് ഐസോസ്ക്ലേറ്റ് ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഈ 45 ഓപ്പോസിറ്റ് 3 ആണെങ്കിൽ ഈ നെക്സ്റ്റ് 45 ഓപ്പോസിറ്റ് എന്തായിരിക്കും? 3 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്കിവിടെ ബേസും പെർപെൻഡിക്കുലറും തന്നിട്ടുണ്ട്. സോ ഹൈപ്പോട്ടൻസ് അക്കോർഡിംഗ് ടു പൈത്തഗോറസ് ബേസ് സ്ക്വയർ പ്ലസ് പെർപെൻഡിക്കുലർ സ്ക്വയർ അല്ലേ? ഓക്കെ, അപ്പോൾ 3 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ is equal to 9 പ്ലസ് 3 സ്ക്വയർ 9 ആണ്. 9 പ്ലസ് 9 ഇവിടെ ഇപ്പോൾ എത്ര 9 വന്നു? 2 9. അപ്പോൾ 9 പ്ലസ് 9 2 ഇൻറ്റു 9. അപ്പോൾ 9 സ്ക്വയർ റൂട്ട് ഉണ്ട് എത്ര? 3. 2 സ്ക്വയർ റൂട്ട് ഉണ്ടോ? ഇല്ല. അപ്പോൾ 3 റൂട്ട് 2. അപ്പോൾ നമുക്കിവിടെ ഹൈപ്പോട്ടൻസ് കിട്ടി 3 റൂട്ട് 2. അപ്പോൾ നമുക്കിവിടെ ആംഗിൾ ഏതൊക്കെയാണ്? 45, 90. അപ്പോൾ സൈഡ് ഒരു 45 3 ആയപ്പോൾ അതർ 45 ഓപ്പോസിറ്റും 3 ആയി. അപ്പോൾ 90 ഓപ്പോസിറ്റോ 3 റൂട്ട് 2. അപ്പോൾ ഇതിലെല്ലാത്തിനും കോമൺ ആരുണ്ട്? 3 ഉണ്ട്. അപ്പോൾ നമുക്ക് ആ 3 കോമൺ ആയി 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3/3 3 റൂട്ട് 2/3. 3 3 1 ടൈംസ് 3 1 ടൈംസ് 3 ക്രോസ് ചെയ്ത് റൂട്ട് 2. അപ്പോൾ 1 റൂട്ട് 2 എന്ന വാല്യൂ കിട്ടി. 45 ഓപ്പോസിറ്റ് 1 ആണെങ്കിൽ 45 ഓപ്പോസിറ്റ് 1 റൂട്ട് 2. ഓക്കെ, നമുക്ക് അതർ 45 90 ഉള്ള ഒരു റൈറ്റ് ഹാൻഡ് ട്രയാങ്കിൾ എടുക്കാം. അപ്പോൾ ഇവിടെ ഒരു 45 ഓപ്പോസിറ്റ് 5 ആണ്. അപ്പോൾ അതർ 45 ഓപ്പോസിറ്റ് എന്താവും? 5 സെൻറ്റിമീറ്റർ. So according to Pythagoras, hypotenuse is equal to root of 5 square plus 5 square is equal to 25 plus 25. എത്ര 25 ഉണ്ട് ഇവിടെ? 25 50 അല്ലേ? 50 എന്ന് പറയുന്ന പകരം 2 into 25 പറഞ്ഞാൽ 50 എന്നല്ലേ? സോ 25 സ്ക്വയർ റൂട്ട് ഉണ്ട് എത്ര? 5. ബാക്കി 2 സ്ക്വയർ റൂട്ട് ഇല്ല, 5 റൂട്ട് 2. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ 45 ഡിഗ്രി 90. ഓപ്പോസിറ്റ് ഇങ്ങനെ വരാം 5 റൂട്ട് 2 ബൈ 5 കോമൺ ആയി 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 5 5 1 ടൈംസ് 5 ക്രോസ് ചെയ്ത് പോയാൽ ബാക്കി റൂട്ട് 2. അപ്പോഴും സൈഡ് തമ്മിലുള്ള മെഷർ ഷോർട്ടസ്റ്റ് മെഷർ 1 റൂട്ട് 2. ഓക്കെ, ഇനി എക്സ് ആണെങ്കിൽ സൈഡ്, അപ്പോൾ അതർ 45 ഓപ്പോസിറ്റ് എന്തായിരിക്കും? എക്സ്. സോ ഹൈപ്പോട്ടൻസ് എങ്ങനെ വരും? റൂട്ട് ഓഫ് എസ് സ്ക്വയർ പ്ലസ് എസ് സ്ക്വയർ. എസ് സ്ക്വയറും എത്ര സ്ക്വയർ ആയി? 2 സ്ക്വയർ ആയി. എസ് സ്ക്വയറിന് സ്ക്വയർ റൂട്ട് ഉണ്ട്. എന്താണ്? എക്സ്. 2 സ്ക്വയർ റൂട്ടില്ല, റൂട്ട് 2. സോ അപ്പോൾ 45 90 x റൂട്ട് 2 ബൈ എക്സ് എക്സിന് എക്സ് കൊണ്ട് ക്രോസ് ചെയ്തു 1. എക്സിൽ എക്സ് 1 ടൈംസ് എക്സ് ക്രോസിന് റൂട്ട് 2. സോ വാട്ട് അണ്ടർസ്റ്റാൻഡ് ഹിയർ? സൈഡ് ഓഫ് എനി ട്രയാങ്കിൾ ഓഫ് ദ ആംഗിൾസ് 45, 90 ആർ ഇൻ ദ റേഷ്യോ 1:1 റൂട്ട് 2. ഓക്കെ, ഇനി നമുക്ക് 30, 60, 90 വരുന്ന റൈറ്റ് ഹാൻഡ് ട്രയാങ്കിളിൻ്റെ സൈഡ്സ്. ഇവിടെ 90ക്ക് ഓപ്പോസിറ്റ് 2 അഥവാ ഹൈപ്പോട്ടൻസ് 2 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. പക്ഷെ നമുക്കറിയാം 30, 60 ഡിഫറെൻറ്റ് ആംഗിൾ ആയതുകൊണ്ട് സൈഡ് അവർക്ക് ഓപ്പോസിറ്റ് സൈഡ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് പ്രൂവ് ചെയ്യാൻ കഴിയുക? ഇതേപോലെ ഒരു റൈറ്റ് ആംഗിൾ അതർ സൈഡ് വരച്ചെടുത്തു. അപ്പോൾ ഇതേപോലെ ഒരു റൈറ്റ് ഹാൻഡ് ട്രയാങ്കിൾ
അതർ സൈഡിലേക്ക് ഇങ്ങനെ വരച്ചു കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇതേപോലെ റൈറ്റ് ഹാൻഡ് ട്രയാങ്കിൾ വരച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ എത്ര ആയിരിക്കും? 60 ഡിഗ്രി. ഇവിടെ എത്ര? 30 ഡിഗ്രി. അപ്പോൾ 30 എന്തായി? 60 ആയി. ഇതെത്ര? 60 60 60. അപ്പോൾ ഇതെന്തായി? ഇക്വൽ ട്രയാങ്കിളായി മാറിയില്ലേ? സോ അപ്പോൾ ഇവിടെ 2 ആണെങ്കിൽ ടോട്ടലി 2 സെന്റിമീറ്റർ ആയിരിക്കും. ഇവിടെ എന്തായിരിക്കും? 2 സെന്റിമീറ്റർ ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഈ 30 ഈക്വലി ഡിവൈഡ് ചെയ്തുകൊണ്ട് ഈ ഡിവൈഡ് ചെയ്യുന്നത്, അതുകൊണ്ട് ഈ സൈഡിനെയും ഇത് എന്തായിരിക്കും? ഈക്വലി ഡിവൈഡ്. അപ്പോൾ 2നെ ഈക്വലി ഡിവൈഡ് ചെയ്യുമ്പോൾ 1 സെന്റിമീറ്റർ 1 സെന്റിമീറ്റർ 1 സെന്റിമീറ്റർ ആയി ഡിവൈഡ് ചെയ്യും. സോ അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഈ ഗ്രീൻ റൈറ്റ് ഹാൻഡ് ട്രയാങ്കിൾ ആണ്. ഇതിലെ സൈഡ് ഇപ്പോൾ ഏതൊക്കെ? 1ഉം 2ഉം. ഇനി നമുക്ക് ഇതിന്റെ പെർപെൻഡിക്കുലറിന്റെ ലെങ്ത് ആണ്. ഇപ്പോൾ പെർപെൻഡിക്കുലർ റിസൾട്ട് എന്താണ്? ഹൈപ്പോട്ടൻസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ ആണ്. ഇപ്പോൾ ഈ ഗ്രീൻ ട്രയാങ്കിളിൽ 2 ട്രയാങ്കിൾ ഇതെടുത്താലും കുഴപ്പമില്ല. 2 സെന്റിമീറ്ററും 1 സെന്റിമീറ്റർ ആണ്. ഹൈപ്പോട്ടൻസ് 2ഉം ബേസ് 1 ആണ്. സോ പെർപെൻഡിക്കുലർ ഇസിക്കൽ ടു റൂട്ട് ഓഫ് 2ന്റെ സ്ക്വയർ മൈനസ് 1ന്റെ സ്ക്വയർ. 2ന്റെ സ്ക്വയർ എത്ര? 4. 1ന്റെ സ്ക്വയറോ? 1. സോ √3. അപ്പോൾ നമുക്കിവിടെ ആംഗിൾസ് ഏതൊക്കെയാണ്? 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി. അപ്പോൾ നോക്കുക, 30ക്ക് ഓപ്പോസിറ്റ് എത്ര? 1. 60ക്ക് ഓപ്പോസിറ്റ് നമുക്കിപ്പോൾ എത്ര കിട്ടി? പെർപെൻഡിക്കുലർ √3 അല്ലേ? 60ക്ക് √3. 90ക്ക് ഓപ്പോസിറ്റോ? 2. അപ്പോൾ എന്താ കിട്ടിയത്? 1 √3 2. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു റൈറ്റ് ഹാൻഡ് ട്രയാങ്കിൾ. ഇവിടെ സൈഡ് എത്ര? 10 സെന്റിമീറ്റർ. അപ്പോൾ നമുക്ക് ഇതേപോലെ നേരത്തെ പോലെ തന്നെ എന്ത് ചെയ്യാം? റൈറ്റ് ഹാൻഡ് ട്രയാങ്കിൾ ആക്കി വെക്കാം. ഇക്വൽ ട്രയാങ്കിൾ ആക്കാം. ഇതേ റൈറ്റ് ഹാൻഡ് ട്രയാങ്കിൾ ഇങ്ങോട്ട് വരച്ച് കഴിഞ്ഞാൽ ഇതേ റൈറ്റ് ഹാൻഡ് ട്രയാങ്കിൾ നിങ്ങളൊരു ഇത് 60 ഡിഗ്രി അല്ലേ? ഇത് എത്ര? അതിന് 30 അല്ലേ? ഇവിടെ എന്തായിരിക്കും? 30 ഡിഗ്രി. അപ്പോൾ ഇതൊരു 30 30 60 60 60 3 ആംഗിൾ 60 ആയതുകൊണ്ട് ഇതൊരു ഇക്വൽ ട്രയാങ്കിൾ ആകും. അപ്പോൾ 10 സെന്റിമീറ്റർ 10 സെന്റിമീറ്റർ 10 സെന്റിമീറ്റർ. അപ്പോൾ ആംഗിൾ ഇവിടെ ബൈസെക്ട് ചെയ്യുന്നത് കൊണ്ട് ഓപ്പോസിറ്റ് സൈഡിനെയും ബൈസെക്ട് ചെയ്യും. അപ്പോൾ 10 എന്താവും? 5 5 ആകും. അപ്പോൾ റൈറ്റ് ഹാൻഡ് ട്രയാങ്കിളിൽ ഹൈപ്പോട്ടൻസ് 10ഉം ബേസ് 5ഉം. അപ്പോൾ പെർപെൻഡിക്കുലർ ഇസിക്കൽ ടു റൂട്ട് ഓഫ് 10 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ. 10ന്റെ സ്ക്വയർ എത്ര? 100 മൈനസ് 25 ഇസിക്കൽ ടു 75. അപ്പോൾ 75നെ നമുക്കൊന്ന് ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കാം. 2 ഡിവിസിബിൾ ആണോ? ഇല്ല. ലാസ്റ്റ് 5 ഓഡ് നമ്പർ ആയതുകൊണ്ട് 2 ഡിവിസിബിൾ അല്ല. പിന്നെ 3 ഡിവിസിബിൾ ആണ്. 7ഉം 5ഉം 12 ആണ്. അപ്പോൾ 3 ഡിവിസിബിൾ ആണ്. 7ൽ 2 ടൈംസ് റിമൈൻഡർ 1. 15ൽ 5 ടൈംസ് 25. 5ൽ 5 25ൽ 5 ഡിവിസിബിൾ അല്ലേ? 5 × 5 ആണ് 25. സോ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നമുക്ക് 25നെ 3 × 25 75ന് 3 × 25 എന്ന് എഴുതാം. സോ 25ന്റെ സ്ക്വയർ റൂട്ട് 5. √3ക്ക് റൂട്ടില്ല, സ്ക്വയർ റൂട്ടില്ല, അതുകൊണ്ട് √3. 5 ഓരോ പെയറിൽ വന്ന് എടുക്കുമ്പോൾ 5ഉം പെയറില്ലാത്ത റൂട്ടിൻ്റെ ഉള്ളിലും, അപ്പോൾ √3. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ആംഗിൾ 30 60 90. അപ്പോൾ ഇവിടെ 30ക്ക് ഓപ്പോസിറ്റ് എത്ര വന്നത്? 5. 60ക്ക് ഓപ്പോസിറ്റോ? 5 √3. 90ക്ക് ഓപ്പോസിറ്റോ? 10. അപ്പോൾ 5 √3 10. ഓക്കെ, അപ്പോൾ 5നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇതിലൊക്കെ എല്ലാത്തിലും കോമൺ ആയിട്ട് 5 ഡിവിസിബിൾ അല്ലേ? 5ൽ 5 1 ടൈംസ് 5ഉം 5ഉം ക്രോസ് ചെയ്യുമ്പോൾ √3. 10ൽ 5 2 ടൈംസ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ 1:√3:2. ഇനി നമുക്ക് നോക്കാം. സൈഡ് എക്സ് ആണ്. അപ്പോൾ നേരത്തെ പോലെ വരച്ച് കഴിഞ്ഞാൽ $60 30 30 90. അപ്പോൾ
ഇവിടെയും എക്സ് ആവും, ഈ സൈഡ് എന്തായിരിക്കും എക്സ് ആയിരിക്കും. സോ എക്സ് ബൈ ടു ഹൈപ്പോട്ടൻസി എക്സും ബേസ് എന്താവും എക്സ് ബൈ ടു ആവും. അപ്പോൾ പെർപെൻഡിക്കുലർ എ സ്ക്വയർ മൈനസ് എക്സ് ബൈ ടു ഓൾ ദി സ്ക്വയർ. സോ എ സ്ക്വയർ മൈനസ് എക്സിൻ്റെ സ്ക്വയർ എ സ്ക്വയർ, 2ൻ്റെ സ്ക്വയർ ഓഫ് 4. ഇതൊരു ഫ്രാക്ഷൻ നമ്പർ ആയതുകൊണ്ട് ബൈ 1 എടുത്തു. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 സ്ക്വയർ 4 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ എ സ്ക്വയർ ബൈ 1 1 ഈ സ്ക്വയർ ഒന്നായിട്ട് വരും. 1 4 4. അപ്പോൾ 4 സ്ക്വയറിൽ നിന്ന് ഒരു സ്ക്വയർ പോയ ബാക്കി എത്ര സ്ക്വയർ ഉണ്ട്? 3 സ്ക്വയർ ബൈ 4. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി നമുക്ക് 3ക്ക് സ്ക്വയർ റൂട്ട് ഇല്ല, അപ്പോൾ √3. സ്ക്വയറിന് സ്ക്വയർ റൂട്ട് ഉണ്ട്, ഏതാ എക്സ്. 4ന് സ്ക്വയർ റൂട്ട് ഉണ്ട്, എത്ര 2. അപ്പോൾ നമുക്കിവിടെ 3 √3/2x. അപ്പോൾ നമുക്കിവിടെ ആംഗിള് 30 60 90 വന്നപ്പോൾ 30ക്ക് ഓപ്പോസിറ്റ് എക്സ് ബൈ 2, 60ക്ക് ഓപ്പോസിറ്റ് √3/2x, 90ക്ക് ഓപ്പോസിറ്റ് എക്സ്. ഒഴിവാക്കാൻ എന്ത് വേണം? അതേ ഡിനോമിനേറ്റർ ഏതാണോ അതേ നമ്പർ കൊണ്ട് 3 ടൈമിൽ നമുക്ക് ഇൻറ്റു ചെയ്യാം. 2 × x ബൈ 2, 2 × √3/2 എക്സ്, 2 × x. ഈ ഡിനോമിനേറ്റർ രണ്ടെണ്ണത്തിൽ ഡിനോമിനേറ്റർ ഒഴിവാക്കാൻ വേണ്ടി ഏതാണോ ഡിനോമിനേറ്റർ വന്നത് കോമൺ ആയി ഡിനോമിനേറ്റർ അതുകൊണ്ട് എല്ലാത്തിനും ഇൻറ്റു ചെയ്തു. 2 × 2 ക്രോസ് ചെയ്തു, 2 × 2 ക്രോസ് ചെയ്തു, 2. ഇവിടെ എക്സ്, ഇവിടെ ബാക്കിയുള്ളത് √3x, ഇവിടെയോ 2x. ഇപ്പോൾ കോമൺ ഡിവൈഡ് ചെയ്താൽ എക്സ് ബൈ എക്സ് ബൈ എക്സ് ബൈ എക്സ്. ഇപ്പോൾ എക്സിൽ എക്സ് 1 ടൈംസ് എക്സ് എക്സ് വെട്ടി പോയാൽ √3 ക്രോസ് ചെയ്ത് പോയാൽ √3, എക്സ് എക്സ് ക്രോസ് പോയാൽ 2, 1:√3:2. അപ്പോൾ ഇതിന് വാട്ട് ഐ അണ്ടർസ്റ്റാൻഡ് ഹിയർ 30 60 90 വരുന്ന ഓൾ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൻ്റെയും സൈഡ്സ് ഏത് റേഷ്യോയിലായിരിക്കും? 1:√3:2 എന്ന റേഷ്യോയിലായിരിക്കും. ഓക്കെ.